സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമി വിദഗ്ധാം ശ്രീം കാവ്യ കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഇന്ന് ഞാൻ മക്കളുടെ പേര് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. രുക്മിണി, മോഹൻ, പ്രസന്ന, എല്ലാവരുടെയും അഭിപ്രായം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു. പ്രസന്ന, ഹാപ്പി, എല്ലാ സന്തോഷം എല്ലാവരുടെയും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. രുക്മിണി മോഹൻ, പ്രസന്ന, ഓമന മുരളീധരൻ, ബിജു, നിർമ്മല പവിത്രൻ, സുലോചന അഖിൽ, ജയ അനിൽ, ശ്രീല, ജഗദമ്മ, ഗീതാ നായർ, പത്മകുമാരി, നിർമ്മല രമേഷ്, എല്ലാവരെയും ഭഗവാനിൽ അർപ്പിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മക്കൾ, കാരണം ഇന്ന് ഇടുന്നത് അല്ലല്ലോ കാണുന്നത്, ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരുടെ ഇട്ടാൽ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് എല്ലാം എനിക്ക് കിട്ടിയെന്ന് വരത്തില്ല. എന്നാലും ഇതിൽ പേര് പറയാത്ത കമൻസ് ഇല്ലാത്ത മക്കളും, കാരണം ഭഗവാൻ എന്താ പറയുക, ഇവിടെ ഒന്നും ഭാവഭേദങ്ങളില്ല. എല്ലാവരോടും ഒന്നുപോലെ, ആരോടും ഒരു വിരോധം ആരോടും ഒരു പ്രത്യേകതയുണ്ടോ ഇല്ല, ആരുടെ സംഘമുണ്ടോ ഇല്ല, പ്രത്യേകിച്ച് ഇന്നാർ എൻ്റെ എന്നുള്ള മമതയുണ്ടോ, അത് തന്നെ മക്കളെ നമുക്കും വേണ്ടുന്ന. എല്ലാവരെയും ഒന്നുമല്ല, പിന്നെ കമൻസ് തന്ന മക്കൾക്ക് ഭഗവാനിൽ അർപ്പിക്കണമല്ലോ. ഭഗവാനല്ലേ എല്ലാ മക്കളെയും ഇങ്ങനെ തന്നേക്കുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു, ഭഗവാനിൽ അർപ്പിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ അവരെ പ്രത്യേകിച്ച് കാണുമെന്നോ അങ്ങനെ ചിന്തിക്കേണ്ട. ഭഗവാൻ എല്ലാവരും ഒപ്പം. പിന്നെ നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. നമ്മുടെ സ്നേഹം, ഭക്തി ഭഗവാനോട് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള മക്കളോട് ഭഗവാൻ ഉള്ളിൽ വസിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്, ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലും. എന്താ കാരണം, ഭക്തനാകുമ്പോഴാണ്. അതുകൊണ്ട് ഈ ഭക്തന്മാർക്ക് മാത്രമേ ഇത് ഏറ്റക്കുറച്ചിലുണ്ടാവും. എല്ലാവർക്കും ഒരേ അളവിലല്ലല്ലോ. എല്ലാവർക്കും ഭക്തി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഭാഗവതം വായിക്കാൻ എടുക്കുന്നെങ്കിലും കേൾക്കണമെങ്കിലും അതിന് പ്രത്യേക ഒരു സുഹൃതം വേണം. അത് കഴിഞ്ഞ ജന്മവാസനയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭക്തിയുണ്ട്, എന്നാൽ ഏറ്റക്കുറച്ചിലുണ്ട്. നമ്മൾ പോകെ അങ്ങനെ ആയിത്തീരണം, കൂടുതൽ വരണം. അത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഭജനയൊക്കെ അതിനാണ്, ഭക്തി വർദ്ധിക്കാനും ഭഗവാന്റെ സ്നേഹം വർദ്ധിക്കാൻ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും സ്തുതിപ്പുകൾ, ഭഗവത് പാരായണങ്ങൾ കേൾക്കുകയും അത് ചൊല്ലുകയും ആരാധിക്കുകയും ആലപിക്കുക, അതൊക്കെ പ്രാർത്ഥിക്കുക, ആരാധന ചൊല്ലുക, അങ്ങനെയാണ് നമുക്ക് ഭഗവാനിൽ ലയിക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമുക്ക് നാമം ചൊല്ലാം. നമ്മൾ ഭാഗവത കീർത്തനം കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയത് എന്തായിരുന്നു, ഈ രാജാവ് പരീക്ഷിത് മഹാരാജാവ് നായാട്ടിന് പോയി ക്ഷീണിച്ച് വലഞ്ഞ് ഒരു ആശ്രമത്തിൻ്റെ അടുക്ക് വന്നു. അപ്പോൾ എന്താ, തപസ് ചെയ്ത മുനിയെടുക്കെ അദ്ദേഹത്തിനെ കണ്ടിട്ട് വെള്ളമൊന്നും ദാഹിച്ചിട്ട് വെള്ളമൊന്നും കൊടുക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നെന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു മരിച്ച സർപ്പത്തിനെ ഇട്ട് കൊടുത്തു. അങ്ങനെ എന്താ, അദ്ദേഹം തന്നെ അവസാനം തീരുമാനിച്ചത് കഷ്ടമായി, ഇത് ചെയ്യേണ്ടതായിരുന്നു, നിന്ദ്യനായി തീരുന്ന കാരണം എന്താ, അഹങ്കാരം ഉള്ളതുകൊണ്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ച്, അതുകൊണ്ട് ഈ കോപം കൊണ്ടാണല്ലോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും അങ്ങ് ഇട്ടുപോയില്ലയോ. അങ്ങനെ വിചാരിച്ച് ദുഃഖിക്കുന്ന രാജാവിനെ ഉടനെ തന്നെ മുനികുമാരൻ ശപിച്ച വൃത്താന്തവും അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഇട്ടുപോയല്ലോ, കഷ്ടമായിപ്പോയല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പം തന്നെ ഇവിടെ മുനികുമാരൻ ശപിച്ച കാര്യവും അറിയുന്നു. അപ്പോൾ പാണ്ഡവവംശം ജനിച്ച അദ്ദേഹത്തിന് അപ്പോൾ തന്നെ 3 ലോകങ്ങളിലുള്ള ആഗ്രഹങ്ങളെല്ലാം അവസാനിപ്പിച്ചു. എല്ലാം മകനെ ഏൽപ്പിച്ചു, രാജ്യഭരണങ്ങളെല്ലാം. എന്നിട്ട് നമുക്കിനി അവിടം വരെയാണ് നമ്മൾ ചൊല്ലുന്നതിന്, നമുക്ക് അതിൻ്റെ ബാക്കി ചൊല്ലാം.
അങ്ങനെ ഓർത്തോർത്ത് വിഷമിച്ചിരിക്കുന്ന ആൾ, എന്തോ ദൈവമേ കഷ്ടമായി പോയല്ലോ. അപ്പോഴ് കാണാം കുമാരൻ മകൻ ശപിച്ച കാര്യമൂടെ കേട്ടപ്പോൾ എല്ലാം തിന്നും വിരമിച്ചു. എല്ലാം രാജ്യഭരണങ്ങളെല്ലാം ത്യജിച്ചിട്ട് എന്താ ചെയ്യാൻ പോകണം, നമുക്ക് അത് വായിക്കാം. ഔരസേ വച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വച്ചു ഗോവിന്ദ പാദാബ്ജവും ചാരുഗംഗാതടം പുക്കിരുന്നിടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമഹരി. ഔരസേ വച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വച്ചു ഗോവിന്ദ പാദാബ്ജവും ചാരുഗംഗാതടം പുക്കിരുന്നിടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമഹരി. അപ്പം അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ട് ശാപം ഇങ്ങനെ ചെയ്തെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഔരസേ വച്ചു എല്ലാം രാജ്യഭരണങ്ങളെല്ലാം പിന്നെ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഭാരങ്ങളെല്ലാം സ്വന്തം പുത്രനെ മനസ്സ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു പരുവമായി കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം രാജ്യമൊക്കെ ഭരിച്ച് സന്തോഷമായിട്ട് അത്രയും നാൾ സുഖിച്ചില്ലേ. പിന്നെ ഒടുക്കം ഒരു 7 ദിവസം, നമുക്ക് 7 ദിവസം മുന്നോട്ട് എപ്പോൾ കിട്ടും നമുക്ക് ഉറപ്പുണ്ടോ? അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് അറിയുന്ന കാലം തൊട്ട് നമ്മൾ ഭജിക്കണം, ആരാധിക്കണം. പിന്നെ ഒരു സ്വന്തം കാലിൽ നമ്മുടെ മറ്റ് മക്കളും അതുപോലൊക്കെ ആയെന്ന് കണ്ടാൽ അവരെ എല്ലാമൊക്കെ ഏൽപ്പിച്ചിട്ട് നമുക്കുണ്ടെങ്കിൽ എന്തൊക്കെ എഴുതി അവരുടെ പേർക്ക്, ഞാനിപ്പോൾ എന്താ എൻ്റെ മക്കളുടെ പേർക്കൊക്കെ എഴുതി കൊടുത്ത്, അതുകൊണ്ട് എന്താ അവരെന്നെ നന്നായി നോക്കുന്നുണ്ട്. അത് നമ്മളെല്ലാം വിട്ടൊഴിയുക, എല്ലാം ത്യജിക്കുക. മക്കൾക്ക് കൊടുക്കാനുള്ള മക്കൾക്ക് കൊടുക്കുക. ഒരുപാടുണ്ടോ ആർക്കും ദാനം കൊടുക്കാണ്ടോ അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഈ രാജാവിനെ പോലെ ആകുക. അദ്ദേഹം എല്ലാം മകനെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ പോയി ഗംഗാതീരത്ത്. അപ്പോൾ എല്ലാ ഭാരവും ഒഴിച്ച് മനസ്സ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ ലയിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഗംഗാതീരത്ത് ചെന്നു. ഭഗവാൻ തന്നെ ലയിക്കാൻ വേണ്ടി, പാദത്തിൽ ചേർന്നിരിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഗംഗാതീരത്ത്. നമുക്ക് ഗംഗാതീരത്തോ വനത്തിലോ ഒന്നും പോണ്ട. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുറി പ്രത്യേകിച്ച് ഭഗവാൻ കരുതിക്കൊള്ളും. നമുക്ക് അതിൻ്റെ സമയമാകുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നാൽ മതി. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് ഭഗവാൻ തന്നെ വഴി ഒരുക്കി തരും. മറ്റ് ദുഃഖത്തിൽ നിന്നെല്ലാം നമ്മളെ മാറ്റി നിർത്തി ഏകാഗ്രമാക്കി നിർത്താനോ, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം എന്തിനും പല കാര്യങ്ങൾക്ക് ജോലിക്കോ അതിനൊക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഞാനങ്ങനെ അതുപോലെ എനിക്ക് അതിന് സൗകര്യം ഉണ്ടാക്കി തന്നതുപോലെ നമ്മുടെ ആഗ്രഹം എത്ര കൊണ്ട് വർദ്ധിച്ചാൽ മാത്രമേ ഭഗവാനും കൂടെ നോക്കൂ. ആഗ്രഹം അങ്ങേ അറ്റം മുട്ടി വന്നാൽ നമുക്ക് വേണ്ടുന്ന പരിപാടി ചെയ്ത് ഭഗവാൻ തന്നിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ഇവിടെ അദ്ദേഹം അന്ന് ആ കാലത്ത് അങ്ങനെ വീട് വിട്ടിറങ്ങില്ല. കാരണം ഒന്നാമത് രാജാവും കൂടെ അല്ലേ. അപ്പോൾ ആ വീട്ടിന് എന്തെങ്കിലും സ്വച്ഛത കിട്ടുമോ? എപ്പോഴും രാജ്യഭരണത്തെ ചെയ്തുകൊണ്ടിരുന്ന ആളിനെ പ്രജകൾ വരും കാണും. എപ്പോഴും ഏകാഗ്രമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അന്നേക്കുള്ളൊരു വനത്തിലോ ഗംഗാതീരത്തോ ഒക്കെ പോകുന്നത്. ഇന്ന് നമുക്ക് സന്തുഷ്ട കുടുംബമല്ലേ, വലിയ കുടുംബങ്ങളും ഒരുപാട് ആളും പേരും ഇല്ലാത്ത ഒരു സമയമാണ്. എല്ലാ വീട്ടിലും ഞാനും മാത്രമേ ഉള്ളൂ. നമുക്ക് അല്പസമയം ഒരു 2-3 മണിക്കൂർ ധ്യാനിക്കാനോ എടുക്കാനൊക്കെ, അല്ലെങ്കിൽ രാത്രിയിലായാലും മതിയല്ലോ. എപ്പോഴും നമുക്കൊരു സൗകര്യം ഭഗവാൻ ഒപ്പിച്ച് തരും എന്നുള്ളത് ഉറപ്പാണ്. അത് നമുക്ക് ആർത്തി ഉണ്ടെങ്കിൽ. എന്നിട്ട് കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നീൻ അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്ദിച്ചിരുത്തി നൃപൻ തൊച്ചിലമ്പ മുനി ശ്രേഷ്ഠനാം ശ്രീശുകൻ തത്ര വന്നു തഥാ കൃഷ്ണ രാമ ഹരേ. അപ്പോഴെന്ത് വന്നു? ഗംഗാതീരത്ത് ചെന്നപ്പോൾ അവിടെ എത്തിച്ചേർന്ന അനേക മഹാമുനിമാരെല്ലാം വന്ദിച്ച് സൽക്കരിച്ചിരുത്തി. അപ്പോൾ ഒരുപാട് ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് അത് ഭഗവാൻ അങ്ങനെയാണ്. അതിന് തക്കതായ ഗുണമുള്ള ആളുകളെ ഇഷ്ടം പോലെ സന്യാസിമാർ മഹാമുനിമാരൊക്കെ അവിടെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അപ്പോൾ ആശ്വാസമായില്ലേ, ചേരേണ്ടതുപോലെ ചേരും.
ഒരു ദുഷ്ടനാണെങ്കിൽ ദൈവം ദുഷ്ടനോട് ചേർക്കും. ഇവിടെ പരീക്ഷത്തിന് എന്താ ആഗ്രഹം? ഭഗവാൻ ചേരണമെന്ന. ഗംഗാതീരത്ത് അതുകൊണ്ട് ചെന്നപ്പോൾ അവിടെ എന്താ വന്ന, അപ്പോൾ എത്തിച്ചേർന്ന അനേക മഹാമുനിമാരെല്ലാം അവിടെ വന്ദിച്ച് സൽക്കരിച്ചിരുത്തി ഇദ്ദേഹം. അപ്പം മഹാമുനിമാരെ വന്നപ്പോൾ എന്താ സന്തോഷമായിട്ട് എല്ലാ മഹാത്മാക്കളിലും പരമാത്മാവുണ്ടല്ലോ. അപ്പോൾ എത്രമാത്രം ആനന്ദത്തിൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാം. നമുക്കൊരു ഭജനയ്ക്ക് കൂടുമ്പോൾ എല്ലാവരും ഭക്തന്മാരെങ്ങനെ അതുപോലെ ചിന്തിച്ചാൽ മതി. അങ്ങനെ അപ്പോൾ ഭഗവാന്റെ കഥകൾ, പ്രസംഗങ്ങൾ ഇതെല്ലാം ശുകബ്രഹ്മ മഹർഷി അവിടെ വന്നു ചേർന്നു. ഈ മഹാത്മാക്കൾ, ഈ മഹാമുനിമാരിടയ്ക്ക് ഇതെല്ലാം നന്നായി ബോധിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ആരെ വിട്ടു? ശുകബ്രഹ്മ, അത് ശ്രീ ശുക മഹാമുനിയെ. അപ്പോൾ ഇതെല്ലാം പരമാത്മാവിൻ്റെ കഥകൾ പറഞ്ഞും ഭക്തി വർദ്ധിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് നേരായ മാർഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ ദൈവം അവിടെ ഒരാളിനെ കൊടുത്തു. അതാണ് ശുകബ്രഹ്മ മഹർഷി. അതായത് ശ്രീ ശുക മഹാമുനി വേദവ്യാസ മഹാമുനിയുടെ മകനായ ശിഷ്യനായ ശ്രീ ശുക മഹാമുനിയെ അവിടെ എത്തിച്ചു, അവിടെ വന്നു ചേർന്നു. ഭാഗ്യമായില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തും നമ്മൾക്ക് എന്താവശ്യമുണ്ട് അതെല്ലാം ഭഗവാൻ നമുക്ക് ഒരുക്കി തരും. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. കൃഷ്ണരാമാദി നാമങ്ങളോതായിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാൽ അതും വിഷ്ണു ലോകം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽകീർത്തനാൽ. കൃഷ്ണരാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വാസുദേവ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഇവിടെ എന്താ പറയുക, ബ്രാഹ്മണനായി ജനിക്കാൻ കഴിഞ്ഞാലും, അതായത് കൃഷ്ണരാമാദി നാമങ്ങൾ ഓതാകിലോ നമ്മൾ പറയാഞ്ഞാൽ, ചൊല്ലാതിരുന്നാൽ, ഭഗവാന്റെ കഥകൾ കേൾക്കാതെയും ചൊല്ലാതെയും ആരാധിക്കാതെയൊക്കെ ഇരുന്നാൽ, ബ്രാഹ്മണനായി ജനിക്കാൻ കഴിഞ്ഞാലും ഇത് ചെയ്യാതിരുന്നാൽ, കൃഷ്ണ രാമ ഭഗവാനെ ഈ നാമങ്ങളൊക്കെ പറയാതെ, അതായത് ചൊല്ലാതെയും കീർത്തിക്കാതെയൊക്കെ ഇരുന്നാൽ, ജപിക്കുന്നില്ല എങ്കിൽ, ബ്രാഹ്മണനായി ജനിച്ചാൽ പോലും ഇത് ചെയ്തില്ല എങ്കിൽ എന്തൊരു നിഷ്ഫലമാണ് ആ ജന്മം. നമ്മൾ വിചാരിക്കും ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാൽ നിഷ്ഫലം അല്ല, നന്നായി മോക്ഷത്തിലെത്താമെന്ന്. പക്ഷേ കർമ്മം ഇതൊക്കെ ചെയ്യാതെയും പ്രാർത്ഥിക്കാതെയും ഭഗവാനെ അറിയാതെയും ഉള്ളത്തിൽ ഈശ്വരനെ ഇരുത്താതെയും ലയിക്കാതെയും ഭഗവാനിൽ പാദത്തിൽ ലയിക്കാതെ ഇരുന്നാൽ എങ്ങനെ കിട്ടും? അതുകൊണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടൊന്നും കാര്യമില്ല. ബ്രാഹ്മണനായി ജനിക്കാൻ കഴിഞ്ഞാലും കൃഷ്ണ രാമ ഭഗവാനെ ഗോവിന്ദ എന്നിങ്ങനെയുള്ള ഭഗവാൻ നാമങ്ങൾ ജപിക്കുന്നില്ല എങ്കിൽ ആ ജന്മം നിഷ്ഫലമാണ്. വിഷ്ണുനാമ സങ്കീർത്തനത്താൽ മഹാനീചന് പോലും വിഷ്ണുലോകപ്രാപ്തി ലഭിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്കിവിടെ ഭഗവാന് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചല്ലോ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് എല്ലാവരെയും ഒന്നുപോലെയുള്ള, ആരോടും എനിക്ക് വിരോധം, പിന്നെ ആരോടും വിരോധമില്ല, സർവ്വപേരെയും ആരിലും സംഘവുമില്ല, പ്രത്യേകിച്ച് എനിക്ക് മമതയും ഇല്ല, എല്ലാവരെയും ഒന്നുപോലെ തന്നെയാണ് ഭഗവാൻ കാണുന്നത്. അപ്പോൾ പിന്നെ മനസ്സിലാക്കണം, അവിടെ വർണ്ണ വിവേചനങ്ങളൊന്നുമില്ല. നീചനായാലും അതല്ലാതെ ബ്രാഹ്മണനായാലും ഭഗവാനെ സ്തുതിക്കൂ, അതേ ഭഗവാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ സ്തുതിക്കാതിരുന്നാൽ നിഷ്ഫലമാണ്. നമ്മൾ ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അറിഞ്ഞെങ്കിലല്ലേ, ഈശ്വരൻ അറിവാണല്ലോ, അറിയുമ്പോഴല്ലേ ഈശ്വരനെ നമുക്ക് അത് ലയിക്കാൻ പറ്റൂ, ഭഗവാൻ ചേരാൻ പറ്റൂ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, എങ്ങനെ ജപിക്കണം? ആത്മാർത്ഥമായി ഭഗവാന് ഒരു നാമമേ ഉള്ളെങ്കിൽ ഭഗവാനെ കൃഷ്ണ നാരായണ, എന്താണ് അജാമളൻ നാരായണ എന്ന് വിളിച്ചപ്പം ഭഗവാൻ വിഷ്ണുദൂതന്മാരെ വിട്ടത്? മരണശയ്യയിൽ ഭയന്ന് വിളിച്ചു, സ്വന്തം മകനെ വിളിച്ച ആ വിളി ഒരു വല്ലാത്ത വിളിയ, നാരായണ എന്നൊരു വിളിയാണ് വിളിച്ചത്. അപ്പോൾ എന്താ പറയുക, ആ വിളി സ്വന്തം മകനെയാണെങ്കിലും വിളി ഒരു വിളിയാണ്, ഒരു ഒന്നൊന്നര വിളിയാണ്. ആ വിളിയിൽ ഭഗവാൻ പോലും പെട്ടെന്ന് ഉണരും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് വേണം, ഉണർത്തണം. നമ്മൾ നാരായണ നാരായണ ഹര ഹര എന്ന് പറഞ്ഞാൽ ദൈവം ഉണരൂ. ഭഗവാനി കൃഷ്ണ, അങ്ങല്ലാതെ എനിക്ക് മറ്റാരും ആശ്രയമില്ല കണ്ണ, ഭഗവാനി എന്നൊരു വിളി അങ്ങോട്ട് വിളിക്കുക. അങ്ങനെ വിളിച്ചാൽ ഒരു വിളി മതി,
ദിവസേന ഒരു വട്ടം വിളിച്ചാലും മതി. അപ്പോഴെന്ത് വരും? ഭഗവാൻ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുന്നത്. നീ എൻ്റെ ഉറങ്ങാൻ സമ്മതിക്കുന്നത്, നീ എന്നെ ഉണർത്തുവാണോ? ഭഗവാൻ ഉണർന്നിരിക്കട്ടെ. ഭഗവാൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ആളല്ലേ, ഉണർന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഉണർത്തണം, നമ്മുടെ ഹൃദയം തുറന്ന് തന്നെ ഭഗവാനെ വിളിക്കണം. അല്ലാതെ രഹസ്യമായിട്ട് എല്ലാവരും കേൾക്കും നാണക്കേടെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉണരൂ? ഒരിക്കലും ഉണരത്തില്ല. എന്താണ് ഈശ്വരകൃപ? ഭഗവാൻ മറ്റുള്ളവർക്ക് ഈ പിന്നെ ഈ ദൈവകൃപ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ഇല്ല ഇതിലെന്ന് പറയാൻ കാരണം എന്താ? ഭഗവാൻ നമ്മളെ വിളി കേൾക്കുന്നില്ല. നമ്മൾ ഇരട്ട വിളിക്കേ കരയുന്നു, വിളിക്കുന്നു ഒക്കെ ചെയ്യുന്നു. എന്തിനാ കരയെന്നറിയാമോ? ഭഗവാനെ വേണ്ടിയിട്ടല്ല. എനിക്ക് അതില്ലേ ഇതില്ലേ എന്ന് പറഞ്ഞാൽ കരയുന്നത്. എന്നാൽ വിളിയോ ആരും കേൾക്കാതെ രഹസ്യമായിട്ട് രാമ 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 ഭഗവാനെ എനിക്കതില്ലേ ഇതില്ലേ എന്ന് പറയും. ആരും കേട്ടോ? മനസ്സ് അയ്യോ ആരും കേൾക്കല്ലേ, കേട്ടാ നാണക്കേടല്ലയോ? ഇതെങ്ങനെ ഭഗവാൻ അംഗീകരിക്കും? ഭഗവാനെ വിളിക്കുമ്പോൾ നാട്ടുകാർ മൊത്തം കേൾക്കട്ടെ. കറതീർന്ന് വിളിച്ചല്ലേ ഭഗവാൻ കേൾക്കൂ. നന്നായി വിശാലമായ ഹൃദയം തുറന്നങ്ങ് വിളിച്ചാൽ മതി. അപ്പം നമ്മൾ കാര്യങ്ങളൊന്നും പറയണ്ട. ഭഗവാനെ അതില്ല ഇതില്ലെന്ന് പറയണം. നമ്മളങ്ങ് ആ വിളിയിലൊരു വിളി അത് അത്രേ ഭഗവാൻ വിളി കേൾക്കും. അതുപോലെ വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാലേ ഭഗവാന്റെ കൃപ ഇങ്ങോട്ട് വരത്തുള്ളൂ. അതാണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത്. ഹൃദയശുദ്ധിയോട് വിളിക്കണമെങ്കിൽ തുറന്ന് തന്നെ വിളിക്കും. അതിൻ്റെ അർത്ഥം ഹൃദയശുദ്ധി ആയെന്ന. ഹൃദയത്തിൽ മാലിന്യം ഇരുന്നാലാണ് കൃഷ്ണ ഭഗവാനെ എനിക്ക് വിഷമമാണേ, എൻ്റെ ദുരിതം മാറ്റണേ എന്ന് പറഞ്ഞാൽ രഹസ്യമായി പോകത്തില്ലയോ? അത് മറ്റുള്ള കേൾക്കൊന്ന് പേടിച്ചിട്ടില്ലേ പതുക്കെ പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഹൃദയം ശുദ്ധമില്ല. ആ ഹൃദയം മൊത്തവും എന്താ പറയുന്നേ, മറ്റുള്ള കേൾക്കും എന്നുള്ള ചിന്ത ഉള്ളിൽ കിടക്കുമ്പോൾ എങ്ങനെ വിശാലമായിട്ട് ഭഗവാനെ വിളിക്കാൻ പറ്റും? അതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭാഗവതം വായിക്കാനേ സമയം പോവും. ഇവിടെ ഇന്നലെ നമ്മൾ വായിച്ചത് സർവാത്മാവാഹം, എല്ലാത്തിനും ആത്മാവായി നിൽക്കുന്നത് ഞാൻ ഭഗവാൻ. പിന്നെയോ ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഗോപികളുടെ വിഷമം മാറഞ്ഞപ്പം ഭഗവാന്റെ സന്ദേശം ഉദ്ധവർ അവർക്ക് കൊടുക്കുന്നു. ഭഗവാൻ ഇങ്ങനെ സന്ദേശം തന്നു, എല്ലാവർക്കും ഉള്ളിലിരിക്കുന്ന ഞാനാകുന്നു, എല്ലാത്തിനും ആധാരവും സർവ്വലോകങ്ങളും നിറഞ്ഞിരിക്കുന്നു ഞാൻ, എല്ലാ കാലവും എല്ലാ വസ്തുവിനും എല്ലാവരോടും അല്ലലില്ലാതെ ഒരു വിഷമം കൂടാതെ വിരോധം വിനാ വാഴുന്നു. എനിക്ക് ആരോടൊരു വിരോധമില്ല, എനിക്കൊരു അല്ലലില്ല, എനിക്ക് യാതൊരു വിഷമമില്ല. ഞാൻ എല്ലാവരോടും ഒന്നുപോലെ നിൽക്കുന്നു. ഞാനൊന്നും എനിക്കൊന്നും എൻ്റെതൊന്നും എനിക്കില്ല. മാനാദി ഭേദ അഭേദ ദുഃഖവുമില്ല, സുഖവുമില്ല, ദുഃഖവുമില്ല, മാനവുമില്ല, ഒന്നും തന്നെ ഭഗവാനില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയിടുന്നത് പാർത്താൽ എന്താ? രണ്ടായി തോന്നിയിടുന്നത് എൻ്റെ മായ കൊണ്ടാണ്. ഭഗവാന്റെ മായ കൊണ്ടാണ് ഇവിടെ രണ്ടെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവിടെ അദ്വൈത മായ മാറുമ്പോൾ നമുക്ക് ഒന്നായി തോന്നും. ഞാനെന്നും എൻ്റേതെന്ന് തോന്നുന്നത് എന്താ? മായ. അതേസമയം ഈ മായ മാറി ഒരു വിദ്വാൻ മായ മാറും, ഉള്ളിൽ അറിവ് കിട്ടും. അപ്പോൾ സർവവും ഏകമായി കാണും. എല്ലാം ഞാൻ തന്നെയാണ് സർവ്വത്തിലെന്ന് നമുക്ക് തന്നെ ഞാനായവൻ എന്നിലുണ്ടെങ്കിൽ ആ ഞാൻ തന്നെയാണ് സർവ്വത്തിലെന്ന് കാണും. അതാണ് അദ്വൈതം. അത് അല്ലാത്തത് എന്താ? മായ മാറുന്നില്ല. ഇവിടെ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് പേർക്ക് ഈ ലോകമാണ് സത്യം എന്ന് കരുതിയിരിക്കുക. കാരണം അവർക്ക് ഭാഗവതത്തിൽ എന്താ പറയുന്നെന്നോ ആധ്യാത്മികമായ യാതൊരു അറിവില്ല. പിന്നെ അവർക്ക് സത്യമായി തോന്നുന്നതിന് ഈ ലോകമല്ലേ, ഈ പ്രപഞ്ചമല്ലേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവരുടെ ഉള്ളത്തിൽ അറിവില്ല. ഇതൊക്കെ പഠിച്ചെങ്കിലേ നമുക്ക് അറിവുണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ മായ. ഇക്കണ്ട അചരം കാൺമതും കാണാത്തതും ഒക്കെ സ്വപ്നമെന്നും മിഥ്യ എന്നതും ഉള്ളിൽ എപ്പോഴും ഓർത്തിടുവിൻ. നമുക്ക് മനസ്സിലാക്കണം ഇതെല്ലാം മിഥ്യയാണ്, ഇത് സ്വപ്നമാണ്. നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടാൽ ഉണരുമ്പോൾ ഒന്നും ഇല്ലാത്തതുപോലെ. അതാണ് നമുക്ക് വരുന്ന കുഴപ്പം. അവിടെ നമ്മൾ വായിച്ച് നമുക്ക് കണ്ടു വായിക്കാം. ഇക്കണ്ട അചരം കാൺമതും കാണാത്തതും ഒക്കെയും സ്വപ്നമെന്നും മിഥ്യ എന്നത് ഉള്ളിൽ എപ്പോഴും ഓർത്തിടുവിൻ. ഈ കാണുന്നതെല്ലാം സ്വപ്നമാണെന്നും അത് മിഥ്യയാണെന്നും അത് സത്യമല്ലെന്നും നിങ്ങളെപ്പോഴും ഓർത്തിടൂ. ഗോപികളോട് പറയുന്ന ഉദ്ധവർ സത്യമാണ്, ഇതാണ് സത്യം. ഇതെന്ന് അറിഞ്ഞാൽ ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കുമോ നിങ്ങൾ? ഇതെല്ലാം ഈ നമ്മളെ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം മിഥ്യയാണ്, സത്യമല്ല. ഇതെല്ലാം സ്വപ്നമാണ്. നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ പകൽ സ്വപ്നം. അതെന്താണ് പകൽ സ്വപ്നം? ഒരു ദീർഘ സ്വപ്നം പോലെയാണ്. കാരണം ഈ കാണുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നും നീളം നിൽക്കത്തില്ല. അത് എപ്പോഴെങ്കിലൊക്കെ അങ്ങ് ഇവിടുന്ന് ഒഴിഞ്ഞു പോകും. ഈ പ്രപഞ്ചം എല്ലാം ഇവിടുന്ന് കുറേശ്ശെയായി അവിടെ എല്ലാ അവസരവും നശിക്കും. അതുകൊണ്ട് അതിനിടയ്ക്ക് വെച്ച് ഓരോന്നും വന്നും പോയി നിൽക്കും, എല്ലാം നശിക്കും. അതുകൊണ്ട് സ്വപ്നം
ഉറക്കത്തിൽ സ്വപ്നം കണ്ടാൽ ഉണ്ടോ? അതുപോലെ നമ്മൾ ജാഗ്രതയിൽ, കാരണം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് നേരം. ഇപ്പം അടുത്ത വീട്ടിലൊക്കെ ഓരോ സ്ഥലത്ത് തന്നെ എത്രയോ മരണങ്ങൾ വരും. നമ്മൾ ഇന്നലെ കണ്ട ആളിനെ ഇന്ന് കാണുന്നു, അത് പോയില്ലേ? അത് സ്വപ്നം കണ്ടതുപോലെ അവിടെ എന്തെങ്കിലും ഒരു അംശമെങ്കിലും അവിടെ ഉണ്ടോ? അതോട് മൊത്തം ചാമ്പലാക്കി കളയും. പിന്നെ അവരവിടെ ഉണ്ടോ? സ്വപ്നം കണ്ടതുപോലെ പോയി. അതാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും അത് ഓർത്തുകൊള്ളുവിൻ. സത്യം ഇതറിഞ്ഞാലും ഇതാണ് സത്യം. കാരണം എന്താ? ഈ പറയുന്നതാണ് സത്യം. കാരണം ഇവിടെ ഒന്നും തന്നെ നിലനിൽക്കത്തില്ല. ഇതെല്ലാം മിഥ്യയാണ്. ഇത് സ്വപ്നം പോലെയാണ്. ഈ പ്രപഞ്ചങ്ങൾ കണ്ടിടുന്നത് ദീർഘസ്വപ്നം. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ഈ പ്രപഞ്ചം എന്നുള്ളത് നമ്മുടെ ദീർഘസ്വപ്നമാണ്. ഒരു ഉറക്കത്തിൽ ഒരു രാത്രി, കാരണം 8-9 മണിക്കൂർ അങ്ങേയറ്റുമ്പോൾ നമ്മൾ ഉറങ്ങും. ഈ ഉറക്കത്തിൽ 1-2 മണിക്കൂർ ആകും ചിലപ്പോൾ, അല്ലെങ്കിൽ വെളുക്കോളം സ്വപ്നം കടന്നിരിക്കട്ടെ, ഉണരുമ്പോൾ ഉണ്ടോ? പക്ഷേ ഈ പ്രപഞ്ചം അതുപോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ദീർഘസ്വപ്നം. കാരണം ഇന്നിപ്പം ഞാനിവിടെ എത്രയോ വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന്, ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകേണ്ട സമയമാവും. അപ്പോൾ ദീർഘസ്വപ്നമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞാനെപ്പോഴായാലും സ്വപ്നം കണ്ടതുപോലെ ഇവിടുന്ന് ഈ ലോകം വിട്ടങ്ങ് പോകും. അപ്പോൾ അതുപോലെ സർവ്വതും. ചിലർ പെട്ടെന്ന് പോകും, ജനിച്ചുടനെ പോകും. ചിലത് അങ്ങനെ എല്ലാം, വീടായാലും ഇവിടെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. അത് അചരം, ചരിക്കുന്നതായാലും കാരണം ഒരു വൃക്ഷമായാലും എന്തുമായാലും, കടപുഴുകി എത്രയോ വൃക്ഷങ്ങൾ വീഴുന്നു, എല്ലാം ഭൂമി എന്താ പറയുക, ഉരുള് പൊട്ടി നല്ല നല്ല കട്ടി വൃക്ഷങ്ങളൊക്കെ അല്ലേ പിഴുതൊഴുകി പോകുന്നത്. അതൊക്കെ സ്വപ്നം പോലെ അങ്ങ് പോയില്ലേ? പിന്നെ അതിൻ്റെ ചുവട് എന്തെങ്കിലും ഉണ്ടോ? എത്ര വീടുകളാണ് പോകുന്നത്. അതുപോലെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അഥവാ അങ്ങനെ പോകാത്തത് എങ്ങനെയാ? വന്നും പോയി നിൽക്കുമ്പോൾ ഒടുക്കം വരുന്നത് പ്രളയം വരുമ്പോൾ എന്നാലും എല്ലാം ഒന്നിച്ചങ്ങ് പോകും. അതുകൊണ്ട് ഇതെല്ലാം ഒരു ദീർഘസ്വപ്നം. അപ്പം നമുക്ക് മനസ്സിലാക്കണം, രാത്രി ഉറക്കത്തെ കാണുന്ന സ്വപ്നം പോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും ഒരു സ്വപ്നമാണ്. അത് ദീർഘസ്വപ്നം പറഞ്ഞാൽ അതാ. കാരണം ചിലപ്പോൾ ചില കാര്യങ്ങൾ നീണ്ടു നിൽക്കും. അതായത് ഒരു വീട് നമ്മൾ വെച്ചാൽ ചിലപ്പോൾ 10-100 വർഷത്തേക്കോ 150 വർഷത്തേക്കോ അത് നിൽക്കും. ഇതിനമ്മച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഭൂമിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ 100-150 വർഷമാകുമ്പോൾ അത് പൊളിഞ്ഞങ്ങ് വീഴും. അപ്പോഴും അത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതും മിഥ്യയാണ്, സത്യമല്ലേ? അപ്പോൾ ആ സ്വപ്നമായി മാറിയേ. കാരണം അവിടെ നീണ്ടു നിൽക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രപഞ്ചങ്ങൾ കണ്ടിടുന്നത് ദീർഘസ്വപ്നം. അപ്പോൾ ഇത് പ്രപഞ്ചം ഒരു ദീർഘസ്വപ്നമാണ്. രാത്രി നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം ഒരു കൊച്ചു സ്വപ്നം, ദീർഘം ഇല്ലാത്ത സ്വപ്നം. സ്വപ്നകാലത്തിൽ അത് സത്യമായി തോന്നി വരും. നമ്മൾ സ്വപ്നം കാണുന്നത് എന്താണ്? സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ നമ്മളത് ഒഴിയോ ഇതെല്ലാം ഉള്ളതാന്ന് കണ്ടതെല്ലാം ശരിയാന്ന് തോന്നും. പക്ഷേ മിഥ്യയായി വരും. എന്താ? അത് സത്യമല്ലാതെ വരും. എന്തുകൊണ്ടാണ്? നിദ്ര ഉണർന്നു നോക്കുന്നേരം തെളിവില്ല. അപ്പം നമുക്ക് ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതെല്ലാം സത്യമാണ്. അയ്യോ, നേരം വെളുക്കുമ്പോൾ ചിന്തിക്കുകയെ ഞാൻ എന്തൊക്കെയാ സ്വപ്നം കണ്ടത്, എവിടെ പോയി? എന്താ കാരണം? മിഥ്യയായിരുന്നു. അത് സത്യമല്ലാതെ വെറും എന്താ പറയുക, അത് മായയായിരുന്നു, മിഥ്യയായിരുന്നു. സത്യമല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ സത്യമാണെങ്കിൽ അവിടെ കാണത്തില്ലേ? അത് എങ്ങനെ കണ്ടത്? നിദ്ര ഉണർന്ന് നോക്കുമ്പോൾ ഉണരുമ്പോൾ അതൊന്നും കണ്ടതുമില്ല. നമ്മൾ ആരൊക്കെയോ രാത്രി കണ്ടതായിട്ടൊക്കെ ഇതെല്ലാം ശരിയാണെന്ന് നമ്മൾ അംഗീകരിച്ചിരിക്കും. പക്ഷേ ഉണർന്ന് നോക്കുമ്പം ഒന്നുമില്ല. നിദ്ര ഉണർന്ന് നോക്കുമ്പോൾ ഇതൊക്കെ സത്യമല്ല, മിഥ്യയാണ് എന്നതുപോലെ മായാവിഭ്രമം തീർന്നിടുമ്പോൾ ഇന്നീ കാണുന്ന വിശ്വം മായയാ കാണുവാനില്ല. നമ്മുടെ ഉള്ളിൽ മായ കൊണ്ടാണ്. അതിന് വിദ്വാൻമാർ ഈ അവിദ്യയാണ് മായ. അതിന് മായ മാറാനാണ് ഈ പരമാത്മാവിൻ്റെ ഈ ഭാഗവതം, ഈ വേദങ്ങളെല്ലാം പഠിച്ച് മനസ്സിൽ ഉള്ളിൽ വന്ന് പ്രവൃത്തിയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിയാ, ഇതെല്ലാം വെറുതെയാണ്. എല്ലാം ഉൾക്കാഴ്ച വരും, അറിവ്. കാരണം ഇവിടെ അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. എല്ലാവർക്കും ഇപ്പം അറിയാം. ഇപ്പം എല്ലാവരും ഇത് മനസ്സിലാക്കണം. കാരണം സപ്താഹം കേട്ട് മുമ്പൊന്നും ഇതില്ലായിരുന്നു. ഇത് പണ്ട് എഴുതിയതല്ലയോ. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാരണം എല്ലാവർക്കും ഒന്നുമില്ല. സപ്താഹം കേൾക്കാൻ പോകുന്നവർക്കേ ഉള്ളൂ. സപ്താഹം കേൾക്കാൻ പോകുന്നത് ജനങ്ങളെല്ലാം ചെല്ലട്ടെന്നോർത്ത് സദ്യയൊക്കെ വയ്ക്കും. പക്ഷെ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം പോകും. അല്ലാത്ത ഭക്തന്മാർ കേൾക്കാൻ വേണ്ടി ചെന്ന് അവിടെ ഇരുന്ന് കേൾക്കുന്നവർക്കറിയാം. അല്ല ഇപ്പം 100-ൽ 10 പേർക്ക് കേട്ടിട്ട് ബാക്കി 90 പേർക്ക് ഇത് അറിഞ്ഞുകൂടാ. അവരാണ് ഈ ലോകം സത്യമാക്കി വെച്ചേക്കുന്നത്. കാരണം അവർക്ക് ഉൾക്കാഴ്ചയില്ല. ഈ ഭ്രമമാണ്, മായാഭ്രമമാണ്. അതുകൊണ്ട് മായാഭ്രമം തീർന്നിടുമ്പോൾ ഇന്നീ കാണുന്ന വിശ്വം മായയാ കാണുവാനില്ലെന്ന് മനസ്സിലാവും. ജാഗ്രത്തിൽ സ്വപ്നമില്ല, സ്വപ്നത്തിൽ ജാഗ്രത്തില്ല. അപ്പോൾ ഈ ജാഗ്രത്തിൽ സ്വപ്നമില്ല. ഇവിടെ നമുക്ക് ഉണർന്ന് ഇപ്പം ഈ ജാഗ്രത വെച്ചാൽ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ സ്വപ്നം കാണുന്നില്ല, സ്വപ്നമില്ല. സ്വപ്നത്തിലാണെങ്കിൽ ജാഗ്രതയും ഇല്ല.
ജാഗ്രത സ്വപ്നം രണ്ട് സുഷുപ്തി തന്നിലുമില്ല. അപ്പോൾ രാത്രി കാണുന്ന സ്വപ്നം അല്ലെ, ഉറക്കത്തിൽ സുഷുപ്തി ഉറക്കത്തിൽ കാണുന്ന സ്വപ്നവും ഉണരുമ്പോഴില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ആ സ്വപ്നവും സുഷുപ്തിയിൽ നമ്മൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. പ്രപഞ്ചത്തിൽ കാണുന്ന സ്വപ്നവും പിന്നെ ഉണരുമ്പോൾ ഇല്ല, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നവും ഇത് രണ്ടും ഇതുപോലെ. ഒന്ന് ദീർഘ സ്വപ്നം, ഒന്ന് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം കുറച്ച് നേരത്തേക്കുള്ള സ്വപ്നം, അത് അപ്പോൾ തന്നെ ഉണരുമ്പോൾ ഇല്ല. പക്ഷെ നമ്മുടെ ഉള്ള് എപ്പോഴും ഉണരുന്നു. നമ്മുടെ ഉണർന്നിരിക്കുകയാണെങ്കിൽ എന്തുവരും, ഉള്ളിൽ ഉറ്റുണർന്നിരിക്കും. അങ്ങനെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചം മിഥ്യയാണ്, സത്യമല്ല എന്ന്. ആ ഉള്ളിലെ ഉണർവ് എങ്ങനെ ഉണ്ടാകും? ഈ അറിവ് ഉള്ളിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഉള്ളം പ്രകാശിക്കുന്നത്. ഉള്ളം പ്രകാശിക്കാൻ വെച്ചാൽ അറിവ് വരിക. അറിവ് വരുമ്പോൾ മനസ്സിലാക്കും ഈ പ്രപഞ്ചം മൊത്തവും മിഥ്യയാണ്, ഇതല്ല സത്യം. സത്യമായത് ഏകമായ പരബ്രഹ്മമായിരിക്കുന്ന ആ ചൈതന്യം മാത്രമേ ഉള്ളെന്ന് ഉള്ളിൽ വിദ്വാൻമാർ മനസ്സിലാക്കും. അതുകൊണ്ട് എന്ത് വരുന്നു, വിദ്വാൻമാർ ഈ പ്രപഞ്ചത്തെ അസത്യമായതുകൊണ്ട്, അത് മായയായതുകൊണ്ട് ആരും ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നില്ല. എങ്ങനെ? സംഘമില്ല, ആരോടും സംഘമില്ല. ഭഗവാൻ എന്താ കൃഷ്ണന് സംഘമില്ലാത്തത്? അതുപോലെ ഒരു വിദ്വാൻ അങ്ങനെ ആയിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം പരീക്ഷിത് മഹാരാജാവ് ഈ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഗംഗാതീരത്ത് പരമാത്മാവ് ലയിക്കാൻ വേണ്ടി, ചേരാൻ വേണ്ടി തപസ് അനുഷ്ഠിക്കാൻ പോയത്. എന്താ കാരണം? ഇതൊക്കെ വെറുതെയാണ്, ഇതിനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. മക്കളെയും ഭാര്യയും വീടും ധനവും എന്ന് പറഞ്ഞ് സംഘപ്പെട്ടിരുന്നാൽ ഇതെല്ലാം ഒഴുകി പോകുന്നതാണ്, മിഥ്യയാണ്, സത്യമല്ല എന്നൊരു വിദ്വാൻ മനസ്സിലാക്കുമ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ എല്ലാം കെട്ടിപ്പിടിച്ചിങ്ങനെ സംഘമാട്ടി. അതുകൊണ്ടാണ് ആര് മരിച്ചാലും എന്തൊരു നിലവിളിയ, നെഞ്ചത്തടി നിലവിളി. എന്താണ് ഒരു സന്യാസി എന്താ അങ്ങനെ ചെയ്യാത്തത്? ജനിച്ചാൽ എപ്പോഴായാലും മരണമുണ്ടെന്ന് നമ്മൾ പഠിച്ച് വരുമ്പോൾ പിന്നെ ഇതിലേക്കുള്ള ആ സംഘം അങ്ങ് മാറും. ഇതൊക്കെ അതിനകത്തുള്ളതാ, ഇതൊക്കെയാണ്. നമ്മൾ മൃഗങ്ങളെ കണ്ടു പഠിക്കണം. മൃഗങ്ങൾ എന്തെങ്കിലും അവരുടെ കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാറാവും, പിന്നെ അവർ മക്കളും വേണ്ട, മക്കളെ കാത്തിരിക്കുന്നതുമില്ല. ഈ ഒരു നായ തന്നെ, നായയുടെ കുട്ടി വളർന്നു വരുന്നാൽ പിന്നെ ആ കുട്ടിയായിട്ട് എന്ത് സംഘമുള്ളത്? ആ കുട്ടിക്ക് വേണമെങ്കിൽ കുട്ടി പോയി അന്വേഷിച്ച് കഴിച്ചോളും. ഈ തള്ള നോക്കിയിരിക്കില്ല, കുട്ടി എനിക്ക് കൊണ്ടുതരും, ഞാനിവിടെ കിടക്കാം, ഞാനൊരു അമ്മയല്ലയോ, എൻ്റെ മോൻ പോയി കൊണ്ടുവരുമ്പോൾ ആ തള്ള നോക്കിയിരിക്കുന്നു. എന്തെങ്കിലും സംഘമുണ്ടോ? അത് നമുക്ക് മനസ്സിലായിക്കൂടെ? ഈ മൃഗങ്ങളെ കണ്ട് പഠിക്കണം ഇതിനൊക്കെ. യഥാർത്ഥത്തിൽ മനുഷ്യരെക്കാൾ എത്രയോ ബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് യാതൊരു ആ പാലുടി മാറി വെച്ച് വളരുന്നവരുള്ള ഒരു ചേർച്ചയോ സംഗമേ മക്കളുള്ള കൃപയുള്ളൂ. അത് കഴിയുമ്പോൾ സ്വന്തം പക്ഷികളും ചിറക് മുറ്റിക്കഴിഞ്ഞാൽ അവർ പറന്ന് തിന്ന് പഠിച്ചാൽ അവരുടെ പാടിന് അവരും പോകുന്നു. നമ്മൾ മാത്രം സംഘപ്പെട്ടിങ്ങനെ കിടക്കുന്നു, യാതൊന്നും അറിയാതെ. അത് മനസ്സിലാക്കുന്നത് ഇതൊക്കെ വായിച്ച് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും മൃഗങ്ങളെ കൊണ്ട് പഠിച്ചാലും മതി, അത് ചെയ്യത്തില്ല. അവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, അവർ പ്രകൃതിയിൽ ഇങ്ങനെയാണ് വേണ്ടത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. സ്നേഹിക്കേണ്ട സമയത്തല്ല സ്നേഹിക്കുന്നത് എന്ന് വെച്ചെങ്കിൽ അവരുടെ മക്കളെപ്പോലെ മറ്റു കുഞ്ഞുങ്ങളെ അവർ കാണുന്നുണ്ട്. മനുഷ്യനെക്കാളും സ്നേഹം. കാരണം ഇപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിന് അമ്മയില്ലെങ്കിൽ ഒരു നായ തള്ള അതിന് പാല് കൊടുക്കുന്നു. അതും ഈ കുഞ്ഞായതുകൊണ്ടാണ്. അത് വളർന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാവുകയില്ല. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. ഇന്ന് മനുഷ്യരാണ് എൻ്റെ മക്കൾ പോയി എനിക്ക് കൊണ്ടുവന്ന് തരും, കാത്തു കെട്ടി കിടക്കും തള്ളമാർ. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ ഈ മൃഗങ്ങളെയൊക്കെ എങ്ങനെ ഇട്ട് അതുപോലെ തന്നെ നമുക്കും അങ്ങനെയേ ഉള്ളൂ ചിന്തിക്കുക. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്രയും വഴക്കും വയ്യാരെയാണ്. എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക, എൻ്റെ മക്കൾ ഞാൻ വളർത്തിയില്ലയോ, അതുകൊണ്ട് അവർ ഞങ്ങളെ നോക്കിക്കൊള്ളും, നോക്കിയില്ലെങ്കിൽ അവിടെ എന്താ പറയുക, വേദനയും വിഷമവും കരച്ചിലും അല്ലെങ്കിൽ അടികൂടക്കവും എല്ലാം വരുന്നു. നമ്മളതൊന്ന് ചിന്തിക്കണം. എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ. നമുക്ക് എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്ത് നമുക്കുള്ള കാര്യങ്ങൾ ഭഗവാനെ അറിഞ്ഞാൽ അവരല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഈശ്വരൻ നമുക്ക് തരികയും ഒന്നിനും നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല. പക്ഷേ ഈശ്വരനെ അറിയണം എന്നുള്ളതേ ഉള്ളൂ. ഒന്നീ മക്കളെ കൂടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്കോ ഒരിക്കലും പട്ടിണി കിടത്തില്ല. എല്ലാ കാര്യവും ഭഗവാൻ നോക്കിക്കൊള്ളും. അതുകൊണ്ട് ജാഗ്രത്തിൽ സ്വപ്നമില്ല, സ്വപ്നത്തിൽ ജാഗ്രത്തില്ല, ജാഗ്രത സ്വപ്നങ്ങൾ രണ്ടും സുഷുപ്തി തന്നിലില്ല. സുപ്തമോ ജാഗ്രത സ്വപ്നം രണ്ടിലില്ല, അതുകൊണ്ട് സ്വപ്നസന്നിഭം മായാമയമാ അവസ്ഥകൾ. ഇതിൽ രണ്ടിലും പ്രപഞ്ചത്തിലും സ്വപ്നം തന്നെയാണ്. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെ തന്നെ രണ്ട് രീതിയാണെന്നേ ഉള്ളൂ. ഇത്തരം അറിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അല്പവും വേർപാടില്ലെന്നറിഞ്ഞ്. അപ്പോൾ ഇതുകൊണ്ട് ഗോപികളടുത്ത് പറയുന്നു, ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും അല്പം വേർപാടില്ലെന്നറിഞ്ഞ് ദുഃഖങ്ങളും തെക്കുവാ മോദന വാണുകൊള്ളുവിൻ. ഞാനും ഇപ്പോൾ
വ്യക്തമായി നിങ്ങളോട് നിന്ന് അതിൻ മൂലം കേൾപ്പിൻ. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഭഗവാൻ കൊടുത്ത സന്ദേശം ഉദ്ധവർ ഗോപികൾക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? അല്പവും വേർപാടില്ലെന്നറിയണം. ഒരിക്കലും ഈശ്വരനുമായിട്ട് പരമാത്മാവിൽ ലയം പ്രാപിക്കുക വേണ്ട. എങ്ങനെയാ? ഇവിടെ ശരീരം മിഥ്യയാണ്. ശരീരം ഇപ്പം ഗോപികളുടെ ശരീരമായാലും കൃഷ്ണൻ്റെ ശരീരം ഇതെല്ലാം മിഥ്യയാണ്, സത്യമല്ല. ഈ കാണുന്നതെല്ലാം പോകും. അതുകൊണ്ട് ഒരിക്കലും വേർപാടല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഇത് യഥാർത്ഥ വേർപാടല്ല. യഥാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ പരമാത്മാവിലായിട്ട് ലയിക്കുക, നാം എന്നിൽ തന്നെ ഇരിക്കുന്ന പരമാത്മാവായി ചേരുക, അതാണ് സത്യം. അല്ലാതെ ഈ ശരീരത്തെ അല്ല. ശരീരം എപ്പോഴും നശിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും വേർപാട് അറിഞ്ഞുകൊള്ളുവിൻ. ഒരിക്കലും ഈശ്വരൻ വേർപെട്ട് പോകുന്നില്ല. അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ദുഃഖങ്ങളിൽ നിങ്ങൾ കളഞ്ഞിട്ട് സന്തോഷത്തോടെ വാണുകൊള്ളും. നന്നായി നിങ്ങൾ ആമോദത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ വാണുകൊള്ളുവിൻ. ഞാനും ഇപ്പോൾ വ്യക്തമായി നിങ്ങളോട് നിന്ന് അതിൻ മൂലം കേൾപ്പൻ. ഞാൻ നിങ്ങളോട് കൂടെ നിന്ന് ഇപ്പം വേർപെട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം, കേട്ടുകൊള്ളൂ. ഇതെല്ലാം ഭഗവാൻ സന്ദേശം ഗോപികൾക്ക് കൊടുക്കാൻ ഉദ്ധവരെ പറഞ്ഞു വിട്ട് ആ ഉദ്ധവർ ഭഗവാന്റെ സന്ദേശം കൊടുക്കുന്നതാണ്. എന്താണ് ഇവിടെ വേർപെട്ടിപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നത്? അത് ഭഗവാൻ ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഏറ്റവും ഭക്തി എല്ലാം ഉറപ്പാനായി ഇപ്പം കൂടെ നിന്നാൽ അത് ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എത്രമാത്രം ഉണ്ടായിരുന്നു അത് പോരാ, അതിലും കൂടുതൽ വേണം. അതൊക്കെ മേലേ ഭക്തി വർദ്ധിക്കണം. കൂടെ നിൽക്കുന്ന ഭക്തി അല്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഭക്തി എന്നിൽ അങ്ങ് ഉറപ്പാനായി ഇങ്ങു വന്നിരിക്കുന്നത് എന്നതും അറിയണം. അതുകൊണ്ടാണ് ഞാൻ മധുരയിലേക്ക് വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ ഉള്ളത്തിൽ ഭക്തി കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങ് മധുരയിൽ വന്ന് നിൽക്കുന്നത്. അതായത് ദൂരസ്ഥനായും ഏവം ഭർത്താവ് തന്നെ സദാ നാരിമാർ ചിന്തിച്ചിടും. അപ്പോൾ ദൂരത്ത് നിൽക്കുന്ന ഒരു ഭർത്താവിനെ നമുക്കിപ്പം ഇവിടങ്ങളിൽ ഇന്ന് ഈ കുറച്ച് വർഷം കൊണ്ട് ഒരുപാട് സ്ത്രീയുടെ എവിടെയാ? അന്യരാജ്യത്താണ്, ഗൾഫിലൊക്കെയാണ്. അപ്പോഴും ചേട്ടാന്നിങ്ങനെ ഓർത്തോർത്തിരിക്കും. എപ്പോഴും അതൊരു ഭജന പോലെയാണ്. എന്താ, എന്ന് വരും എൻ്റെ ചേട്ടൻ, എന്ന് വരും എന്നുള്ള ചിന്തയും എപ്പോഴും ഫോണിൽ കൂടെ വിളിക്കാനായാലും എപ്പോഴും ഉള്ളിൽ ആ ഓർമ്മയുണ്ട്. ദൂരെ നിൽക്കുന്നുണ്ട്. ദൂരസ്ഥനായും ഏവം ഭർത്താവ് തന്നെ സദാ നാരിമാർ ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴും സ്ത്രീക്ക് എപ്പോഴും ഭർത്താവിനെ മാത്രമേ ചിന്തിക്കാൻ സമയമുള്ളൂ. എന്നാൽ ചാരത്ത് വസിക്കിലോ മാനസം മറ്റോരോന്നിൽ പോവും അറിയാതെ. അപ്പോൾ ഒരു ഭർത്താവ് സ്വന്തം കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ ഒന്നിച്ച് തന്നെ വസിക്കുകയാണെങ്കിൽ എന്ത് വരും? മനസ്സ് മറ്റോരോന്നിൽ പോവും. എല്ലാത്തിലും വിഷയങ്ങളിലേക്ക് പോകും. ചേട്ടാ വീട്ടിലുണ്ട്, വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക, വെളിയിലിറങ്ങി പോയേക്കുക, വരുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇല്ല. കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവരുടെ മനസ്സ് മറ്റു പലതിലേക്കും പോകും. മനസ്സ് മറ്റോരോന്നിൽ പോവും അറിയാതെ അങ്ങ് ചാടിപ്പോകും. ആ ചേട്ടൻ എന്നുള്ള ചിന്ത പോലും ഇല്ല. അതേസമയം ദൂരെയാണെങ്കിൽ എപ്പോഴും എൻ്റെ ചേട്ടൻ എന്ന് വരും, ഇന്ന് എനിക്ക് ഫോൺ എന്നെ വിളിച്ചില്ലല്ലോ, ഫോൺ കാത്തിരിക്കും. എപ്പോഴും ചിന്ത എങ്ങനെയാണ്? അത് ഭഗവാൻ പറയുന്നതാണിത്. അപ്പം മാനസം മറ്റോരോന്നിൽ പോവും അറിയാതെ നമ്മുടെ ഉള്ളത്തിലെ മനസ്സ് ഭർത്താവ് എന്നുള്ള ചിന്ത ഇല്ലാതെ പോകും. ചാരത്ത് വസിച്ചാൽ, അടുത്ത് നിന്നാൽ. ദൂരെയാണെങ്കിൽ എപ്പോഴും സദാ നാരിമാർ ചിന്തിച്ചിടും, എപ്പോഴും ഓർത്തിരിക്കും. അതുകൊണ്ട് മാനിനീ ജനത്തിനങ്ങ് ഏറ്റവും അറിയേണ്ടത് സ്ത്രീകൾക്ക് ഇത് ഏറ്റവും മനസ്സിലാക്കണം. ഈ ഗോപികളോട് പറയുന്നതാണ്, ഭഗവാന്റെ സന്ദേശമാണ്. ഇവിടെ ദുഃഖം മാറ്റാൻ ഉദ്ധവർക്ക് പറഞ്ഞു വിട്ടതാണ് ഈ സന്ദേശം ഇങ്ങനെ പറയാൻ. അവർക്ക് അറിഞ്ഞൂടല്ലോ, കുട്ടികളല്ലേ, അവർക്ക് ഇങ്ങനെയുള്ള വേദങ്ങളോ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കൂ. കൃഷ്ണൻ നിങ്ങളുടെ അടുത്ത് നിന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു മനംമറിയാണ്. കാരണം ഒരു മൈൻഡോ ഒരു ശ്രദ്ധയോ ഒന്നുമില്ല. പക്ഷേ ദൂരെ ആയപ്പോൾ ഭഗവാൻ ഇവരെ ആനന്ദിപ്പിച്ചൊക്കെ പോയതും കൂടെ അല്ലേ. അപ്പം ഇവരൊരിക്കലും അത് മറക്കാനും പറ്റത്തില്ല. എപ്പോഴും ഭഗവാൻ ദൂരെ ആയതുകൊണ്ട് ആ ചിന്ത തന്നെയാണ്. അതുകൊണ്ട് ഇവരെല്ലാം ത്യജിച്ചിട്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അന്യചിന്തകൾ ഒന്നുമില്ലാതെ നിങ്ങൾ സദാ എന്നെയും ചിന്തിച്ചു കൊണ്ടിരിക്കുക മൂലമായി എത്രയും വേഗമോട് നിങ്ങളും എങ്കിൽ തന്നെ അത്തലന്നിയെ ചേരുമില്ല സംശയമേതും. അന്യചിന്തകളൊന്നുമില്ലാതെ നിങ്ങൾ സദാ എപ്പോഴും എന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ? ഭഗവാൻ ദൂരെ ആയതുകൊണ്ട്, മധുരയിലായതുകൊണ്ട്, മധുരാപുരിയിലായതുകൊണ്ട് ഇവരെപ്പോഴും വേദനയാണ്.
ഉള്ളം ഭഗവാനുള്ള ചിന്തയും വേദനയാ. അത് അങ്ങനെ ഉള്ളവർക്കാണ് മുട്ട്. ഈ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ വേദന അനുഭവിച്ചതുകൊണ്ടാണ്. അതെനിക്കറിയാം. വേദന അങ്ങ് അറ്റം വന്ന് നമ്മൾ മുട്ടി ഇനി മരിക്കും എന്നുള്ള ചിന്ത വരുമ്പം ഭഗവാൻ ഇവരുടെ ഉള്ളത്തിലാകണം. അതായത് ദേഹമല്ല, അതാ നിങ്ങൾക്ക് ഒരിക്കലും വേർപാടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും വേർപിരിയത്തില്ല, ഒന്നായി നിൽക്കേണ്ടുന്നതാണ്. ഭഗവാനോട് ചേർന്ന് നിൽക്കണം. പക്ഷെ അതിനുള്ള വഴിയാണ് ഭഗവാൻ കൊടുക്കുന്നത്. ദൂരെ പോയി നിൽക്കുന്നത്. ദൂരെ പോകുമ്പോൾ എപ്പോഴും ഭഗവാനുള്ള ചിന്തയാണ്. അതുകൊണ്ട് അന്യ ചിന്തകളൊന്നും പിന്നെ ഉള്ളത്തിലില്ല. ഈ ഗോപസ്ത്രക്ക് എപ്പോഴും ഭഗവാനെ ഓർത്ത് കരയാനേ സമയമുള്ളൂ. അവരുടെ അന്ന് ഭഗവാനോട് ഉള്ള സമയത്ത് ആ പരമാനന്ദത്തിൽ ലയിച്ച ആ ലയം കൊണ്ട് അവർക്ക് സഹിക്കാൻ മേത്ത വേദനയാണ് ആ ഉള്ളത്തിൽ. അപ്പോൾ എന്താ ഉള്ളത്തിൽ ആ വേദന വന്നെങ്കിലേ എന്നെയും ചിന്തിച്ചു കൊണ്ടിരിക്കുക മൂലമായി വേദനിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് എത്രയും വേഗമോട് നിങ്ങൾ എങ്കിൽ തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ തന്നെ അത്തലെന്നേ ഒരു വിഷമം കൂടെ ചേരും. ഒരു സംശയം വേണ്ട. എന്ത് ചേരും? പരമാത്മാവിൽ ലയിക്കും. ശരീരമല്ല, പരമാനന്ദത്തിൽ ലയിക്കുന്നത് ആനന്ദം. ആ ചൈതന്യത്തിലിരിക്കുന്ന നമ്മളെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ചൈതന്യത്തിൽ ആനന്ദമായ ആ പരബ്രഹ്മമൂർത്തിയെ തന്നെ നമ്മളെ ഉള്ളിലാക്കി വസിച്ച് ഒന്നായി തീർന്ന് ലയം പിടിക്കുക. അതാണ് ഉദ്ദേശിച്ചത് ഭഗവാൻ. അല്ലാതെ ഇവർ ശരീരത്തെ സ്നേഹിച്ചാൽ ശരീരം എപ്പോഴാലും ഭഗവാന്റെ ശരീരം നമുക്ക് പോകത്തില്ലേ? ശരീരം എത്ര നാൾ നിൽക്കാനാ? അപ്പോഴും ഇവർ കിടന്ന് അതിനേക്കാളും തേങ്ങി കരയത്തില്ലേ? അപ്പോൾ ആ സംഘം പെട്ടിരുന്ന ശരീരത്തെ സംഘമായി കിടന്നാൽ ഭഗവാൻ ഇങ്ങനെ ശരീരം പോകുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഇവർ എത്രമാത്രം ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോഴേ തിരുത്തുന്നതല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും ബന്ധം ഉണ്ടെങ്കിൽ പോലും നമുക്ക് സംഘം പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങോട്ടൊന്ന് പിരിഞ്ഞ് മാറി നിന്നാൽ പോലും നമുക്ക് വലിയ വേദന ഉണ്ടാവില്ല. മരിച്ചാലും ഭയങ്കര വേദന ഉണ്ടാകും. നെഞ്ചത്തിടിച്ച് നിലവിളിക്കേണ്ട ഗതികൾ ഉണ്ടാവരുത്. കാരണം എപ്പോഴായാലും ഇത് ഇങ്ങനെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിച്ച് വരണം. പരമാത്മാവ് മാത്രമേ നമുക്കുള്ളൂ. ഇതൊന്നും ശാശ്വതമല്ല, നിത്യമല്ല, മിഥ്യയാണെന്ന് കരുതി ദേഹം ഒരിക്കലും കുമിള പോലെ തന്നെയാണ്. ഒരു കുമിള വന്നു പൊട്ടുന്നു മരിക്കുന്നു. അതുപോലെയാണെന്ന് നമ്മൾ ഇത് അറിഞ്ഞു വരുമ്പോൾ ഇതൊക്കെ നിസ്സാരമായി നമുക്ക് തോന്നും. അറിയാത്തത് കൊണ്ടാണ് ഇത്രയും പരിഭ്രമത്തിൽ കിടന്ന് നിലവിളിക്കുന്നത്. ചില വീടുകളിൽ ചെന്ന് ഇപ്പം വളരെ കുറവുണ്ട്. മറ്റത് അങ്ങനെ ഒരു വീട്ടിലാണ് ചെല്ലാൻ പറ്റുമോ? മരിച്ച വീട്ടിൽ എന്തൊരു നെഞ്ചുതിടിയും ബഹളമാണ്. കേട്ട് നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് എത്രയും വേഗമോട് നിങ്ങൾ എങ്കിൽ തന്നെ അത്തലെന്നിയെ ഒരു വിഷമം കൂടാതെ ചേരും. പരമാത്മാവിൽ ലയിക്കും. ഒരു സംശയവും ചേരും. ഇല്ല സംശയമേതും. നിങ്ങൾ സംശയിക്കേണ്ട. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് രാസകലീലയെങ്കിൽ കൂടാതെ പതിബദ്ധരായവർ എന്നെ ധ്യാനിച്ച് ആത്മാനന്ദത്തെ ചേർന്ന് ഏവം ഓരോരോ വിധം ഇങ്ങനെ അരുൾ ചെയ്തു. ദേവദേവേശൻ കൃഷ്ണൻ സത്യമെന്നറിഞ്ഞാലും. അതായത് എന്താ ഇവിടെ പറഞ്ഞത്? രാസകലീലെങ്കിൽ കൂടാതെ. കാരണം ഇവർ കുറച്ച് ഗോപികളെ ഭഗവാന്റെ അടുക്ക എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ അത്രയ്ക്ക് ഭക്തിയായിട്ട് ചിലർ വീടും കൂടും ഇതുപോലെ ഉപേക്ഷിച്ചിട്ട് പോകും. ചിലരുടെ അങ്ങനെയല്ല, വീട്ടിൽ തന്നെ നിന്നും കൊണ്ട് അവർക്കും വേണം പരമാത്മാവിന്. പക്ഷേ അതുകൊണ്ട് എന്തുവന്ന്? രാസകലീലെങ്കിൽ കൂടാതെ അന്ന് ഈ ലീല നടത്താത്ത പതിബദ്ധരായവർ. കാരണം കുടുംബത്തിൽ അച്ഛനും അമ്മ ഭർത്താവും മക്കളും എല്ലാമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ അവരെന്ത് ചെയ്യുന്നു? പതിബദ്ധരായ അവർ എന്നെ തന്നെ ധ്യാനിച്ചു. ഈ ലീലയെങ്കിൽ പോകാതെ രാസക്രീഡ ഇങ്ങനെയുള്ള രാസകലീല, ഈ ലീല ചെയ്യാത്ത ജനങ്ങൾ ഒരുപാട്. നമ്മളെല്ലാം അങ്ങനെയല്ലേ? നമ്മൾക്ക് ഈ ലീല വല്ലതൊന്ന് കിട്ടിയോ? അന്ന് അവർ ഭഗവാൻ ഉള്ളതുകൊണ്ടത് കിട്ടി. അന്ന് അവർ പോയതുണ്ട്. പോകാത്ത എത്രയോ വീട്ടിൽ അവിടെ വേറെ നാരികളുണ്ട്. അവരെന്ത് ചെയ്തു? ഭഗവാനെ ധ്യാനിച്ചു. രാസകലീലെങ്കിൽ ചെല്ലാതെ കൂടാതെ അത് നടത്താതെ പതിബദ്ധരായവർ, അങ്ങനെ വീടുകളിൽ കഴിഞ്ഞ ഗൃഹസ്ഥാശ്രമങ്ങളായവർ എന്നെ ധ്യാനിച്ച് പരമാത്മാവിനെ ധ്യാനിച്ച് ആത്മാനന്ദത്തെ ചേർന്നു. നമ്മൾ ഓരോരുത്തരും ഇപ്പം എങ്ങനെയാണ് അതുപോലെ. അന്ന് ഭഗവാൻ ഉണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് നമുക്കിപ്പം പള്ളിക്കോല അമ്മയെ തന്നെ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പോകുന്നുണ്ടോ? എത്രയോ ഭക്തരാ അവിടെ അമ്മയെ കാണാൻ ചെല്ലുന്നത്. ഞാൻ പോയിട്ടില്ല. എനിക്ക് പോകണമെന്നുള്ള വെപ്രാളം ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഉരുണ്ട സമയത്ത് എനിക്ക് എവിടെയെങ്കിലും പോകണം. വള്ളിക്കാലമ്മടുത്തായാലും അത് കേട്ട് കഴിവേ ഉള്ളൂ, അറിയില്ല. ഇതുവരെയും പോയിട്ടുമില്ല. എനിക്ക് അതിന് പകരം വേറെ ഈശ്വരൻ ഇവിടെ വഴി കാണിച്ച് തന്ന് അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയായിരുന്നു. അവിടെ പോയാൽ ഇത്രയും പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അതിന് ഭഗവാൻ ഇവിടെ മുട്ടിക്കിടക്കുമെന്ന് അറിയാം. അതിനെനിക്ക് അന്നേരം എനിക്കൊരു വഴി ഒരുക്കി തന്നതുകൊണ്ട് ആണ് എനിക്ക് ഇതെല്ലാം
കിട്ടിയത്. അപ്പോൾ ഭഗവാനും കൂടെ ചിന്തിക്കും എവിടെ പോകണം, എങ്ങനെ പോകണമെന്ന്. അതുകൊണ്ട് ഈ വള്ളിക്കാവലമ്മയടുത്ത് പോവാത്ത എത്രയോ പേരുണ്ട്. അന്ന് ഭഗവാൻ കൃഷ്ണനെ കാണാത്ത എത്രയോ പേരുണ്ട്. അവരെല്ലാം ധ്യാനിച്ച് പരമാത്മാവിൽ ലയിക്കുന്നു, ചേർന്നു. അതുകൊണ്ട് അവരെന്നെ ധ്യാനിച്ച് ആത്മാനന്ദത്തെ ചേർന്നു, ആനന്ദം അനുഭവിക്കുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും കിട്ടുന്ന ആനന്ദം അതുപോലെയാണ്. ഭഗവാന്റെ ശരീരത്തെ കണ്ടല്ല, നമ്മളുടെ വിഗ്രഹം വെച്ചെന്ന് പറഞ്ഞാൽ ആ ശരീരത്തെ അല്ല, നമ്മൾ പരമാത്മാവിനെയായിട്ടാണ് കാണുന്നത്. ഏവം ഓരോരോ വിധം ഇങ്ങനെ അരുൾ ചെയ്തു ദേവദേവേശൻ കൃഷ്ണൻ സത്യമെന്നറിഞ്ഞാലും. മാധവൻ അരുൾ ചെയ്തതൊക്കെയും നിങ്ങളോട് മാധവ കൃപ കൊണ്ട് ചൊല്ലിനേൻ ഗോപിമാരെ. ഇത്രയും പറഞ്ഞു വിട്ടതല്ല ഞാൻ ആ ഭഗവാന്റെ കൃഷ്ണന്റെ സന്ദേശം ഭഗവാന്റെ കൃപ കൊണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്കിതെല്ലാം ഞാൻ പറഞ്ഞു തന്നു ഗോപിമാരെ. ഇത്തരം ഉദ്ധവരാൽ മാധവ സന്ദേശമാം ചിത്തമോഹന സത്യവാക്ക് കേട്ട അനന്തരം ഗോപിമാർ ചേതസിംഗലാൽപ വിജ്ഞാനത്താലേ ഭാവസമ്മോദത്തോട് ഉദ്ധവരോട് ചൊന്നാൽ കുറച്ചൊക്കെ അവർക്ക് മനസ്സിലായി. ഇതെല്ലാം കേട്ട അനന്തരം ഗോപിമാരെന്തേതസിൽ മനസ്സിൽ അല്പം കുറച്ചൊക്കെ അവർക്ക് വിജ്ഞാനം വന്ന്. പാവ പിള്ളേർ എന്ത് ചെയ്യാനാ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമമല്ലേ, അവരുടെ ഉള്ളം നീറി അവർ മരിച്ചു പോകും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ. അറിയില്ലല്ലോ ഭഗവാൻ ഇങ്ങനെ പോയപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതുകൊണ്ട് എന്തു വന്നു, അല്പം ഒക്കെ കിട്ടി. ഇദ്ദേഹം ഭഗവാന്റെ സന്ദേശം കൊടുത്തപ്പോൾ ഭാവസമ്മോദത്തോട് ഉദ്ധവരോട് ചൊന്നാർ. അങ്ങനെ അവർ ഭാവസമ്മോദത്തോട് ഉദ്ധവരോട് വീണ്ടും ചോദിക്കുന്നു, സത്തമന്മാരായൊരു യാദവ ശ്രേഷ്ഠന്മാരെ നിത്യം ഉപദ്രവിച്ചിടുക മൂലം കംസൻ ചത്തുപോയതും അവൻ കർമ്മമാം വിധിബലാൽ എത്രയും നന്നായതു. മാധവൻ മധുരയിൽ ഉത്തമ യദുകുലേ സത്യപുരുഷൻ കൃഷ്ണൻ സന്തോഷത്തോട് വാണിടുന്നിതോ സഖേ. ഭഗവാനോട് സന്തോഷത്തോടെ കഴിയുന്നു. അതാണ് ഇനി അവർ ചോദിക്കുന്നത്. അതായത് സത്തമന്മാരായ സാത്വികരായ നല്ലവരായ യാദവ ശ്രേഷ്ഠന്മാർ, അത് കംസനെ പോലുള്ളവരല്ല. കംസൻ എന്താണ് കാരണം? കംസന്റെ അഹങ്കാരം കൊണ്ടല്ലേ ചത്തുപോയതാണ്. നിത്യവും ഉപദ്രവിച്ചിടുക മൂലം കംസൻ ഈ സത്തമന്മാരായൊരു യാദവ ശ്രേഷ്ഠന്മാരെയൊക്കെ ഈ കംസൻ നിത്യം ഉപദ്രവിച്ചിട്ട് അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഇവിടെ അവതരിച്ചത്. അപ്പോൾ സാത്വികരായ സത്തമന്മാരായ ഭക്തരായ യാദവ ശ്രേഷ്ഠന്മാരെ നിത്യവും ഉപദ്രവിച്ചിട കൊണ്ടാണ് കംസൻ ചത്തുപോയതും ഭഗവാൻ വധിച്ചത്. അവൻ്റെ കർമ്മമാം വിധിഫലം, അവൻ്റെ വിധിയാണ്, കംസൻ്റെ വിധിയാണ്, അവൻ്റെ കർമ്മഫലമാണ് എന്നാണ് ഇവിടെ ഈ ഗോപിമാർ ഈ ഉദ്ധവരോട് പറയുന്നത്. അതായത് ഭഗവാൻ ഇവനെ കൊല്ലാനുള്ള കാരണം അവൻ്റെ കർമ്മഫലമാണ്. കാരണം എന്താണ്? സത്തവന്മാരായ യാദവ ശ്രേഷ്ഠന്മാരെ ഉപദ്രവിച്ചത് കൊണ്ടാണ്. എത്രയും നന്നായതു മാധവൻ മധുരയിൽ, അതുകൊണ്ട് എത്രയും അത് നന്നായി. എന്നിട്ട് ഇനി ഭഗവാൻ കൃഷ്ണൻ മധുരയിൽ ഉത്തമ യദുകുലേ സത്യപുരുഷൻ കൃഷ്ണൻ ചിത്തസന്തോഷത്തോട് വാണിയിടുന്നതോ ഭഗവാൻ എന്നാലും അവിടെ സന്തോഷമുണ്ടോ? കംസൻ എന്തായാലും അവൻ്റെ വിധി കൊണ്ട് കർമ്മദോഷം കൊണ്ട് അയാൾ മരിച്ചു. അത് കാരണം ഉത്തമന്മാരായ യാദവ ശ്രേഷ്ഠന്മാരെല്ലാം ഉപദ്രവിച്ചത് കാരണമാണ്. അത് എത്രയോ നന്നായി. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അവിടെ സന്തോഷത്തോടെ കഴിയുന്നുണ്ടോ? കുട്ടികൾക്ക് ഭഗവാനെ പറ്റി അറിയാനുള്ള ആകാംക്ഷ, വിഷമമുണ്ടോ? അവിടെ എങ്ങനെയാണ്? കൃഷ്ണന് വല്ല വിഷമമാണ്. ഉത്തമ യദുകുലേ, ആ യദുകുലത്തിൽ അവിടുത്തെ ഭഗവാന്റെ കുടുംബം അതല്ലേ, യദുകുലം അല്ലേ. അവിടെ ഭഗവാൻ കൃഷ്ണൻ സത്യപുരുഷനാണ്. അതേ മനസ്സിന് സന്തോഷത്തോടെ അവിടെ കഴിയുന്നു. സഖേ, ഉദ്ധവരോട് ചോദിക്കുക, സഖേ സുഹൃത്തെ, അവിടെ സന്തോഷത്തോടെ ഭഗവാൻ കഴിഞ്ഞാൽ അത് അവർക്ക് അറിഞ്ഞാൽ മതി. ഭഗവാൻ അവിടെ സന്തോഷമാണെന്ന് അറിഞ്ഞാൽ മതി. നമുക്കും അങ്ങനെയല്ലേ ഭഗവാൻ. കാരണം ഇവിടെ പലരും ഒരു ഗുരുവിനെ തന്നെ, ഇപ്പോൾ ഗുരുദേവനെ പോലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എത്രമാത്രം എൻ്റെ ഹൃദയം വേദനിക്കും. കൃഷ്ണനെ പറഞ്ഞാലും ശ്രീരാമനെ പറഞ്ഞാലും ഭഗവാന്റെ അവതാര പുരുഷന്മാർ അല്ലെങ്കിൽ തന്നെ ഒരു സാധുവിനെ പോലും പറഞ്ഞാൽ, കാരണം സാധുവിലും ഒരു ഭക്തനിലും എല്ലാം പരമാത്മാവാണല്ലോ. നിരപരാധികളായ സത്യവാന്മാരെ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നത് എന്താ കാരണം? അവർ സുഖിക്കണം, അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അവരെ വല്ലതും പറഞ്ഞാൽ നമുക്ക് ഹൃദയം പൊടിയും. എനിക്കങ്ങനെ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ ഗോപികളും പറയുന്നു, അവിടെ സന്തോഷത്തോടെ സത്യപുരുഷൻ ഭഗവാൻ കൃഷ്ണൻ സന്തോഷമുണ്ടോ? അങ്ങനെയാണോ അവർ കഴിയുന്നത്? സഖേ, മാധവൻ മധുരയിൽ പൗരനാരികൾക്കെല്ലാം ബാധ എന്നിയേ മോദം വളർത്തിയിടുന്നതില്ലേ? അവിടെ മധുരയിൽ ഭഗവാൻ മാധവൻ ഈ പൗരനാരികൾ, അവിടെ നല്ല പ്രധാനികളല്ലയോ, അവിടെ രാജകുടുംബമല്ലേ. അതുകൊണ്ട് അവിടെ നല്ല നല്ല അറിവുള്ള നാരികളാണ്. ഇവർ ഗോപസ്ത്രീകളല്ലേ, പശുക്കളെ മേയ്ക്കുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തറിയാനാണ്. അതുകൊണ്ട് അവർ നോക്കുമ്പോൾ അവിടെയുള്ള വലിയ വലിയ ആൾക്കാരല്ലേ അവിടെ
അവിടുത്തെ നാരികളൊക്കെ അവർക്ക് ബാധ എന്നീ ഒരു വിഷമവും കൂടാതെ സന്തോഷത്തോട് വളർത്തിയിടുന്നതില്ലേ, സന്തോഷം കൊടുക്കുന്നില്ലേ. മധുരയിൽ പൗരനാരികൾക്കെല്ലാം ഒരു കുഴപ്പമില്ലാതെ സന്തോഷം വളർത്തിയിടുന്നതില്ലേ ഭഗവാൻ കൃഷ്ണൻ. അവർക്കെല്ലാം സന്തോഷം കൊടുക്കുന്നുണ്ടോ? അതില്ലേ. കാരണം ഇവർക്ക് സന്തോഷം കൊടുത്തായിരുന്നല്ലോ, അതുകൊണ്ട് അവിടെ അവർക്കെല്ലാം അങ്ങനെ കൊടുക്കുന്നില്ലേ ഉദ്ധവരെ. സർവസാരസ്യമെല്ലാം അറിയും പരൻ പുമാൻ, സർവജ്ഞൻ ഇന്ദീവര ലോചനൻ നാരായണൻ സുന്ദരിമാരായണം പൗരനാരിമാർ തൻ്റെ മന്ദഹാസാഭ കേളി സാരസ്യലീലകളും ചുറ്റുമായി തെറ്റെന്നിവ കാണുന്ന നേരത്തെങ്കിൽ പറ്റിയിടും അവരോട് നിസ്സംഗനെന്നാകിലും. നാരിമാരോടും ഒത്തിട്ട് അങ്ങനെ ഇരുന്നിട്ടും ഓരോരോ ലീലയെങ്കിൽ ഞങ്ങളെ ചിന്തിക്കുമോ. അവളുടെ നാരിമാർക്ക് ഭഗവാൻ കൃഷ്ണൻ ചുറ്റും പെട്ടെന്ന് അവരിങ്ങനെ കാണും. ഭഗവാന് പെട്ടെന്നല്ലേ അവർ കാണുന്നത്. അപ്പോൾ സുന്ദരിമാരായിരുന്ന ഈ പൗരനാരികളെല്ലാം ഭഗവാന്റെ മന്ദഹാസാഭം, സുന്ദരമായിരുന്ന പുഞ്ചിരിയും ശോഭനയേറിയ കേളി രസങ്ങളും സാരസ്യലീലകളും എല്ലാം പെട്ടെന്നൊക്കെ കാണുന്ന നേരത്തിൽ, ഈ സ്ത്രീകൾ കാണുന്ന നേരത്തിൽ പറ്റിയിടും അവരോട്. ഭഗവാൻ അവരോട് പറ്റിയിടും. കാരണം ഇവർ ഗോപസ്ത്രീകളായിട്ട് പോലും ഭഗവാൻ ഇവരുടെ മനസ്സിനെ കവർന്നെടുത്തു. ആ ദുഃഖം അവരിന്ന് അനുഭവിക്കുന്ന മനസ്സിനെ കവർന്നിട്ടുകൊണ്ട് ഭഗവാനെ പിരിഞ്ഞവർക്ക് ഒരിക്കലും പറ്റുന്നില്ല. അതുപോലെ അവളുടെ സുന്ദരിമാരായ നാരിമാരുടെ ഈ ഭഗവാന്റെ ഈ സുന്ദരത്വവും കോമള ലീലകളും എല്ലാ ഹാസ്യങ്ങളും മന്ദഹാസ ആഭയും സുന്ദരമായിരിക്കുന്ന മുഖവും എല്ലാം കാണുമ്പോൾ ഭഗവാന് സംഘമില്ല, നിസ്സംഗനാണ് എന്ന് വെച്ചാൽ അവരോടൊന്നും സംഘമില്ല. ഭഗവാൻ ആരുടെ സംഘമില്ലെന്ന് നേരത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവർ സംഘമില്ലെങ്കിലും നാരിമാരോട് ഒത്തിട്ട് അങ്ങനെ ഇരുന്നിട്ടും, കാരണം എന്താ, ഈ നാരിമാരുടെ ഒത്തല്ലേ അവിടെ കഴിഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് അവരോട് ഒത്തൊക്കെ ഇരുന്നും പറഞ്ഞും കേട്ടും കളിച്ചുമൊക്കെ ഓരോരോ ലീലയെങ്കിൽ എങ്ങളെ ചിന്തിക്കുക. അങ്ങനെ കളിച്ചതും സുന്ദരമായി അവരുടെ ഒത്തൊക്കെ ഇരിക്കുമ്പം ഞങ്ങളെ ഒന്ന് ചിന്തിക്കുമോ, മറന്നു പോയോ അവരുടെ വിഷമം. അവിടുത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അവരോടൊത്ത് നിൽക്കുമ്പോൾ ഭഗവാൻ ഓരോരോ ലീലയെങ്കിൽ ഞങ്ങളെ അവിടെ ഈ നാരികളോട് ഇവിടെ ചെയ്തതുപോലെ രാസക്രീഡയോ വനക്രീഡയോ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെ കൃഷ്ണൻ ഒന്ന് ചിന്തിക്കുകയും ചെയ്യുമോ. ഇവർക്ക് അത്ര ദുഃഖമാണ്, ഞങ്ങളെ മറന്നോ. അവിടുത്തെ സുന്ദരിമാരെ കണ്ട് അവരോടൊത്ത് നിൽക്കുമ്പോൾ സംഘമില്ലെങ്കിലും അവരോട് ഇരുന്നും കളിച്ചും രസിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വരും. ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ ഒന്ന് ഓർക്കുകയും ചെയ്യുമോ, ഒന്ന് ചിന്തിക്കുമോ ചോദ്യമാണ്. ഉദ്ധവരെ, ഞങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുമോ. മാധവൻ വൃന്ദാവനെ ഞങ്ങളോട് ഒരുമിച്ച് ബോധ സംയുക്ത ആനന്ദം ക്രീഡിച്ച് വസിച്ചതും കാമസുന്ദരൻ ലക്ഷ്മീവാസ മന്ദിരൻ കൃഷ്ണൻ കോമളൻ മറന്നിതോ ഞങ്ങളെ മനസ്സിങ്കൽ. അതായത് അവർക്ക് സങ്കടം. അങ്ങനെ മാധവൻ വൃന്ദാവനത്തിൽ ഞങ്ങളോടൊക്കെ ഒരുമിച്ച് ബോധ സംയുക്ത ആനന്ദം ക്രീഡിച്ച് വസിച്ചതും കാമസുന്ദരൻ ലക്ഷ്മീവാസ മന്ദിരൻ കൃഷ്ണൻ കോമളൻ മറന്നിതോ ഞങ്ങളെ മനസ്സിൽ നിന്ന് മറന്നു കാണുമോ. അവർക്ക് ഭഗവാൻ അവർക്ക് തന്നെ വേണം. അവർക്ക് ഇല്ലാതങ്ങ് പോയില്ലയോ, അങ്ങ് പെട്ടെന്നങ്ങ് പോയില്ലയോ. അല്പം ആനന്ദം കൊണ്ടിട്ട് ഭഗവാൻ പോയപ്പോൾ അവിടുത്തെ സുന്ദരിമാരുടെ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും പറഞ്ഞും സംഘമില്ലെങ്കിൽ പോലും അവരെ കണ്ടും കൊണ്ട് ഇരിക്കുമ്പോൾ എങ്ങനെയായാലും ഞങ്ങളെ മറന്നു പോകുമല്ലോ. ഞങ്ങൾ ബോധ സംയുക്ത ആനന്ദം മുമ്പ് ഞങ്ങൾ ക്രീഡിച്ചു വസിച്ചു ഒന്നിച്ച് ജലക്രീഡ വനക്രീഡൊക്കെ ചെയ്ത് ഞങ്ങൾ ആനന്ദിച്ചു. അത് കാമസുന്ദരൻ അത്രമാത്രം ഞങ്ങൾക്ക് ആനന്ദം തന്ന കൃഷ്ണനാണ്, ലക്ഷ്മീവാസ മന്ദിരനാണ്. ലക്ഷ്മി വസിക്കുന്ന ഭഗവാനിലാണ് മഹാലക്ഷ്മി വസിക്കുന്നത്. അങ്ങനെയുള്ള മന്ദിരൻ, ലക്ഷ്മിയുടെ മന്ദിരമാണ് ഭഗവാൻ. അങ്ങനെയുള്ള കൃഷ്ണൻ കോമളൻ മറന്നിതോ ഞങ്ങളെ മനസ്സിങ്കൽ. ഭഗവാന്റെ മനസ്സിൽ നിന്ന് ഞങ്ങളെ മറന്നോ. ഇതൊക്കെയാണ് അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ, വായിച്ചാൽ നമുക്ക് സങ്കടമേ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് കുട്ടികളാണ്. അവർക്ക് ഇതുപോലെ ആത്മാവിൽ ലയിച്ച ആനന്ദം കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. ഞാനിപ്പം മുമ്പൊക്കെ ഇതുപോലെ നിലവിളിക്കുകയും കരയൊക്കെ ചെയ്യും. ഇപ്പോൾ അവരുടെ സങ്കടം ഓർത്താൽ എനിക്ക് സങ്കടമില്ല. കാരണം ഞാൻ എപ്പോഴും ആനന്ദിക്കുന്നുണ്ട്. പരമാവധി ലയിച്ചുകൊണ്ട് എനിക്ക് സങ്കടമില്ല. പക്ഷേ മറ്റുള്ള കുട്ടികളുടെ സങ്കടം എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല. ഇതൊരു പണ്ട് നടന്ന സംഭവമാണെങ്കിൽ പോലും ഇത് വായിക്കുമ്പം ഞാൻ അവരുടെ ദുഃഖം ഞാൻ അറിയുന്നു. അതുകൊണ്ടാണ് എനിക്ക് വിഷമം. അന്ന് നടന്ന സംഭവമായാലും ഇന്ന് അത് ഇപ്പോൾ നടക്കുന്ന പോലെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒരുപാട് സമയം പോയി. എന്നാലും എനിക്കിപ്പം ഞാൻ നിർത്തണമെന്നില്ല. ഇത്
ഒത്തിരി വായിക്കുന്നുണ്ട്. പക്ഷേ അത് മക്കളെല്ലാം ഇങ്ങനെ പറയാമെങ്കിൽ ഞാൻ നീട്ടി നീട്ടി വായിക്കാം, എനിക്ക് വിഷമമില്ല. പക്ഷേ ഇത് കാണുന്നവർക്ക് ബുദ്ധിമുട്ടാവോ, അതുകൊണ്ടാണ് നിർത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. എനിക്കിത് ഇന്ന് വെളുക്കരുതുന്നവരെ വായിച്ചാലും എനിക്ക് ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ പറയണം. അഥവാ അമ്മേ അത് ഒരാളോ രണ്ടോരോ പറഞ്ഞാൽ പറ്റത്തില്ല, ഒത്തിരി എല്ലാവരുടെ ഒന്നിച്ച് പറയാമെങ്കിൽ ഞാൻ ഒത്തിരി നേരം കൂടെ ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.